മലപ്പുറം കാളികാവിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന് കഴുത്തിൽ ആഴത്തിലുള്ള കടിയേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴുത്തലും നാഡീവ്യൂഹവും തകർന്നു. ശരീരമാസകലം പല്ലിന്റെയും നഖത്തിന്റെയും പാടുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കടുവയെ പിടിക്കാനുള്ള ദൌത്യം തുടരുകയാണ്. അരുൺ സക്രി അടക്കമുള്ള ഡോക്ടർമാരുടെയും കുങ്കിയാനകളുടെയും നേതൃത്വത്തിലാണ് ദൌത്യം. വനമേഖലയിൽ സ്ഥാപിച്ച ക്യാമറകളിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞോ എന്ന് പരിശോധിച്ച് വരികയാണ്. CV അനുമോദ് ചേരുന്നു. അനുമോദ്, ജനങ്ങളുടെ ആശങ്ക ഇതിൽ ഒരു കടുവ തന്നെയാണോ, ഇതിനകത്ത് പുലി ഉണ്ടായിരുന്നോ? പലതരത്തിലുള്ള ആശങ്കകളൊക്കെ ഇന്നലെ പ്രതിഷേധ സമയത്തൊക്കെ പ്രകടമാക്കിയതാണല്ലോ. ഇത് ഒരു കടുവയുടെ ആക്രമണം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ വ്യക്തമാവുകയാണോ? ഇനി ഈ കടുവയെ പിടിക്കുന്നതിനുള്ള ഒരു ദൗത്യം അതേത് ഘട്ടത്തിലാണ്? അത് തുടങ്ങിയോ? അപർണ, ഒരു കടുവ മാത്രമാണ് നിലവിൽ ഈ ഒരു ആക്രമണം നടത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. കടുവയുടെ ആക്രമണത്തിൽ തന്നെ ആദ്യ നിമിഷത്തിൽ തന്നെ ഗഫൂറിൻ്റെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. കഴുത്തിലാണ് ആഴത്തിൽ മുറിവേറ്റിരിക്കുന്നത്. നാഡീവ്യൂഹം ആദ്യ കടിയിൽ തന്നെ തകർന്നിട്ടുണ്ട്. ശരീരത്തിലാകമാനം മാന്തലും അതിൻ്റെ മുറിവുകളുമുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പുറകുഭാഗത്ത് മാംസം നഷ്ടമായിട്ടുണ്ട്. ഒരു കടുവയുടെ നേരിട്ടുള്ള ഒരു ആക്രമണത്തിൽ നിമിഷങ്ങൾ കൊണ്ട് ജീവൻ നഷ്ടമായി എന്നതിന് പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു വനംവകുപ്പ് ഈ ഒരു കടുവയെ പിടിക്കാനുള്ള നടപടികൾ ഊർജിതമായി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. 3 ടീമുകളായി 60 പേർ ഇതിനോടകം തന്നെ ഈ മേഖലയിൽ തെരച്ചിൽ നടത്തുന്നു. ഇന്നലെ രാത്രിയും തെരച്ചിൽ നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ സ്ഥാപിച്ച 20ഓളം ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇതുവരെ കടുവയെ ആ ദൃശ്യങ്ങൾ പകർത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയതായിട്ട് CCF അറിയിച്ചു. ഇതുപ്രകാരം കടുവ എത്താൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുകൾ സ്ഥാപിക്കുകയാണ് ഇനി ചെയ്യുന്ന കാര്യം. 2 കൂടുകൾ ഇതിനോടകം തന്നെ സ്ഥാപിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നു. അതൊന്ന് നേരത്തെ ഗഫൂറിനെ കടുവ കൊന്നയിടത്തും മറ്റൊന്ന് കടുവ വെള്ളം കുടിക്കാൻ വരാൻ സാധ്യതയുള്ളിടത്തുമാണ് സ്ഥാപിക്കുക. അത്തരത്തിൽ 2 കൂടുകൾ സ്ഥാപിച്ച് അതിനോടൊപ്പം തന്നെ തെരച്ചിൽ നടത്തി ഒന്നുകിൽ മയക്കുവെടി വയ്ക്കുക, അതല്ലെങ്കിൽ കൂട് സ്ഥാപിച്ച് പിടികൂടുക എന്നീ 2 തരത്തിലുള്ള പദ്ധതികളാണ് വനംവകുപ്പിന് മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. ഇതിനൊക്കെ ആദ്യഘട്ടത്തിൽ വേണ്ടത് കടുവയെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിന് നിലവിലെ സാഹചര്യത്തിൽ ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഒന്ന്, ഇത് ഒരു എസ്റ്റേറ്റ് മേഖലയാണ്. റബ്ബർ കാടുകളിലും അതുപോലെ തന്നെ പാറക്കെട്ടുകളൊക്കെ കുത്തനെ ഉള്ള കുന്നുകളൊക്കെ നിറഞ്ഞ ഇടമാണ്. അതുകൊണ്ട് തന്നെ കടുവയ്ക്ക് ഒളിച്ചിരിക്കാൻ ഒട്ടേറെ ഇടങ്ങളുള്ള ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അത് കടുവയെ തിരിച്ചറിയുന്നതിന് ഒരു തടസ്സമാവുന്ന സാഹചര്യമാണ് തീർത്തിരിക്കുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ സാധാരണഗതിയിൽ കടുവയെ പിടികൂടാനുള്ള മിഷൻ മറ്റ് മൃഗങ്ങളെ കണ്ടെത്തുന്നത് പോലെയല്ല, ഒരുപാട് സമയമെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതിയൊന്നും അരുൺ സക്രി അടക്കമുള്ള ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കടുവയെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ ടെറിട്ടറി മനസ്സിലാക്കി അതിനെ നിരീക്ഷണ വലയത്തിൽ കൊണ്ടുവന്ന് ചുറ്റും വളഞ്ഞ് പിടികൂടുന്ന ഒരു ശൈലിയാണ്, ഒരു രീതിയാണ് വനംവകുപ്പ് ഉദ്ദേശിക്കുന്നത്. എന്താണെങ്കിലും വനംവകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഊർജിതമായിട്ട് തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിനോടകം തന്നെ ദൗത്യ സേനാംഗങ്ങൾ ഈ ഒരു മേഖലയിൽ തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നു. ഇപ്പോൾ ക്യാമറകൾ ഉപയോഗിച്ചുള്ള കടുവയുടെ പടം അല്ലെങ്കിൽ ദൃശ്യം പതിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന നടപടികളും പുരോഗമിക്കുകയാണ്. ഓക്കെ, ഞാൻ തിരികെ എത്താം അനുമോദത്തിലേക്ക്. CCF ഉദ്യോഗസ്ഥരുടെ വിശദീകരണത്തിലേക്ക് കൂടി. നമ്മൾ 3 ടീമായിട്ട് ഓരോ ടീമിലും 20 പേരെ വെച്ചിട്ട് റാപ്പിഡ് റെസ്പോൺസ് ടീമിന് തെരച്ചിലിന് വേണ്ടിയിട്ട് കോമ്പിംഗ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുണ്ട്. 3 വെറ്റിനറിയൻസ്, ഡോക്ടർ അരുൺ സഹാരിയ, അജേഷ് ആൻഡ് ശ്യാം, അവർ 3 പേരെ വെച്ചിട്ട് 3 വെറ്റിനറി ടീം വച്ചിട്ടുണ്ട്. വയനാട്ടിൽ നിന്ന് ഡ്രോൺ സ്ക്വാഡ് വരുന്നുണ്ട്, 2 ഡ്രോൺസ് വരുന്നുണ്ട്, 1 കുംകി ഇവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്, ഇന്നൊരു കുംകി ഓൺ ദ വേ ഫ്രം വയനാട്. പിന്നെ 50ഓളം ക്യാമറ ട്രാപ്പുകൾ ആൾറെഡി നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ദൃശ്യങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും അനുമതിലേക്ക്. അനുമതി, നേരത്തെ തന്നെ ഈ കടുവ ഹണ്ടിങ്ങിലൊക്കെ പരിശീലനമുള്ള ഒരു കുങ്കിയാന കൂടിയാണ്. ഈ കുഞ്ചു അടക്കമുള്ളവയൊക്കെ അത്തരം ചില കാര്യങ്ങളൊക്കെ അതിൽ പ്രാഗൽഭ്യമുള്ളവർ തന്നെയാണ്. ആ ഒരു ആത്മവിശ്വാസം കൂടിയാണോ ദൗത്യത്തിനുള്ളത്? ഇത് ഏത് തരത്തിലാണ് നടക്കുക?
ഈ ദൗത്യത്തിൽ ഏറ്റവും നിർണായകമാകുന്നത് കുങ്കിയാനകളുടെ സാന്നിധ്യമാണ്. കുഞ്ചുവും അതേപോലെ തന്നെ കോന്നി സുരേന്ദ്രനും ഈ രണ്ട് ആനകളെയാണ് ദൗത്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. മുത്തങ്ങയിലെ ഈ ഒരു ആന പരിശീലന കേന്ദ്രത്തിലെ ഏറ്റവും ആദ്യത്തെ ആനയാണ് കുഞ്ചു. കഴിഞ്ഞ 15 വർഷമായിട്ട് ഇത്തരം ദൗത്യങ്ങളിൽ കുഞ്ചുവിനെ വനം വകുപ്പ് ഉപയോഗിക്കുന്നുണ്ട്. കോന്നി സുരേന്ദ്രനും സമാനമായ രീതിയിൽ ഇത്തരം ദൗത്യങ്ങൾ മുൻപ് പരിചയിച്ചിട്ടുണ്ട്. ഇവർക്ക് കടുവയുടെ ഗന്ധം പെട്ടെന്ന് തിരിച്ചറിയുവാനും അതിനെ പിടികൂടുവാൻ അല്ലെങ്കിൽ അതിനെ അടുത്തേക്ക് എത്തുവാൻ വേണ്ട തരത്തിൽ കാര്യങ്ങൾ ചെയ്യുവാനും, അതായത് ഈ മിഷനിൽ മുൻപ് പരിചയമുള്ളത് കൊണ്ട് തന്നെ പാപ്പാന്മാർക്ക് ഇത്തരം നിർദ്ദേശങ്ങൾ അതിന് നൽകി അതിനെ വളരെ വേഗത്തിൽ കടുവകളെ കണ്ടെത്തുവാനുള്ള സാഹചര്യം ഒരുക്കാൻ കഴിയും. അതുമാത്രമല്ല, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിച്ച ഭൂപ്രകൃതി മലയോര മേഖലയാണ്. കുറ്റിക്കാടുകളും അതുപോലെ റബ്ബർ എസ്റ്റേറ്റുകളും നിറഞ്ഞൊരു ഇടമാണ്. അവിടേക്ക് നേരിൽ ചെന്ന് ഇത്തരത്തിൽ കടുവയെ കണ്ടെത്തുക എന്നുള്ളത് പ്രായോഗികമായിട്ട് ചില സാഹചര്യങ്ങൾ തീർക്കുന്നതല്ല, ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങൾ തീർക്കുന്നതാണ്. അപ്പോൾ അവിടെയാണ് കുങ്കിയാനകൾ ഉപയോഗിച്ച് അതിൻ്റെ ഗന്ധം തിരിച്ചറിഞ്ഞ് അതിൻ്റെ അടുത്തേക്ക് എത്താനുള്ള കാര്യമൊന്ന്. രണ്ടാമതായിട്ട് ആനയുടെ പുറത്തിരുന്ന് മയക്കുവെടി വയ്ക്കാനുള്ള സാധ്യത. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഈ കുങ്കിയാനകളെ കൊണ്ട് ഈ മിഷനിൽ ഉദ്ദേശിക്കുന്നത്. അതിൽ കേരളത്തിൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള 2 കുങ്കിയാനകളെ തന്നെയാണ് ഇതിനു വേണ്ടി കൊണ്ടുവരുന്നതും. ഒന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത് കുങ്കിയാന അല്പസമയത്തിനകം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ആനകൾ ഒരുപക്ഷെ നാളെ ആയിരിക്കും ഈ കടുവയുടെ കാൽപ്പാടുകൾ ഏതെങ്കിലും മേഖലകളിൽ കണ്ടെത്തി കഴിഞ്ഞാൽ, ഏതെങ്കിലും മേഖലകളിൽ കടുവയുണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് കുങ്കിയാനകളെ കൊണ്ടുപോയിട്ട് തെരച്ചിലും മറ്റ് നടപടികളും നടത്തുമെന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അപർണ. CV അനുമോദ് വിവരങ്ങൾ നൽകിയത്. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ദൗത്യം നയിക്കുന്നത്. അരുൺ സക്കറിയ നേരത്തെ ന്യൂസ് 8നോട് സംസാരിച്ചതിലേക്ക്. കാളകാവിലെ ആളെക്കൊല്ലി കടുവയെ പിടിക്കാൻ വനംവകുപ്പിൻ്റെ എല്ലാ ശ്രമങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഡോക്ടർ അരുൺ സക്കറിയാണ് നേതൃത്വം നൽകുന്നത്. വലിയ വെല്ലുവിളി ഉയർത്തുന്നത് ഭൂപ്രകൃതിയാണെന്ന് ഇന്നലെ തന്നെ സൂചിപ്പിച്ചിരുന്നല്ലോ അല്ലേ? എന്താണ് പ്രധാനപ്പെട്ടായിട്ട് അങ്ങനെ പറയാൻ കാരണം? ഒന്ന്, ഇതിന് ആക്ച്വലി കടുവയുടെ ആക്ടിവിറ്റി നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ഇൻസിഡൻസ് നടന്നു, അത് എങ്ങനെ മൂലമുള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പല കടുവ പല തരത്തിലുണ്ട്. മാനേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പൊക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് മനുഷ്യനെ മാത്രമേ പിടിക്കുള്ളൂ. വയനാട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ അറിയാലോ. ഇതുവരെ നമ്മൾ ഒരു 2 ഇൻസിഡൻസ് അങ്ങനെ മാനേറ്റർ എന്നല്ല, വേറെ അല്ലാത്ത കേസുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ മനുഷ്യനെ മാത്രം പിടിക്കുന്ന കടുവകൾ വളരെ കുറച്ചേ നമുക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റി നമ്മൾ തിരിച്ചറിയാണ് ചെയ്യുന്നത്. ഇത് എവിടെയാണ് നിൽക്കുന്നത്, ഇതിൻ്റെ ഹോം റേഞ്ച് എത്രയാണ്, ടെറിട്ടറി എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ 3 ടീമുണ്ട്. 3 ടീം നമ്മൾ ആ കടുവ ഉണ്ടാവാനുള്ള സാധ്യത ഏരിയയിൽ കംപ്ലീറ്റ് തെരച്ചിൽ നടത്തും. അതിനിടയ്ക്ക് ചാൻസ് എൻകൗണ്ടർ വരികയാണെങ്കിൽ നമ്മൾ മയക്കുവെടി വെക്കുകയും ചെയ്യും. ഓക്കെ. ദെൻ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഗ്രിഡായിട്ട് തിരിച്ചിട്ട് ക്യാമറ ട്രാപ്പ് വെക്കും. അപ്പോൾ റീക്യാപ്ചർ മെത്തേഡ് നമ്മൾ അതിന് പറയാം. അതിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന ഇമേജസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ എവിടെയാണ് ഇതിൻ്റെ ആക്ടിവിറ്റി എന്ന് അറിഞ്ഞു കഴിഞ്ഞ ശേഷം അവിടേക്ക് നമ്മൾ പ്രഷർ കൊടുക്കുക ചെയ്യും. അവിടെയാണ് കുങ്കിയാനെ നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെയാണ് നമ്മൾ കുങ്കിയാനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ബേസിക് ഇത് എവിടെയാണ്, ഇതിന് ആക്ടിവിറ്റി എവിടെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കുങ്കിയാനയുടെ എങ്ങനെയാണ് അതിൻ്റെ ശരിക്കും കുങ്കിയാന ഉപയോഗിക്കുന്ന ഏത് തരത്തിലാണ്? അതിനെ തിരിച്ചറിയാനാണോ അതോ നമ്മൾ മയക്കുവെടി വെക്കാൻ? 3 രീതിയിൽ നമ്മൾ. ഒന്നെന്ന് പറഞ്ഞാൽ ഈ ആനകളിൽ പ്രത്യേകിച്ച് ഈ 2 ആന എന്ന് പറഞ്ഞാൽ വളരെ ടൈഗർ ഇത് നമ്മൾ ഉപയോഗിച്ച ആനകളാണ്. അപ്പം ശരിക്കും അതെ. അപ്പം ടൈഗറിനെ ട്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓക്കെ. 1, 2 ചില സമയത്ത് ഇത് പ്രശ്നം അടഞ്ഞ കാടായതുകൊണ്ട് തന്നെ നമുക്ക് കടുവയുടെ ആനയുടെ മുകളിൽ ഇരുന്നിട്ട് നമുക്ക് മയക്കുവെടി വെക്കാനുള്ള സാധ്യത നമുക്ക് കൂടും. ചാൻസ് കടുവയുടെ മണം തിരിച്ചറിഞ്ഞ് ആ കുങ്കിയാനെ നമ്മൾ നയിക്കും. അതെ. അത് മാത്രമല്ല നമ്മൾ ചിലപ്പം മയക്കുവെടി വെക്കാനും എളുപ്പമായിരിക്കും. അതിൽ അടിക്കാട് ഭയങ്കരമായിട്ട് വളർന്നു നിൽക്കുകയാണെങ്കിൽ നമുക്ക് പറ്റില്ല, സിറിഞ്ചിൽ പോകില്ല. എലഫന്റ് ബാക്ക് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. എസ്റ്റേറ്റ് പോലെയുള്ള മേഖല, അതേപോലെ കുത്തനെയുള്ള മലമ്പ്രദേശം, ഇവിടെയൊക്കെ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിനൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലേ? ഡ്രോൺ ഉപയോഗിക്കുന്നതിന് നമ്മൾ തെർമൽ ഡ്രോൺസ് ആണ് മെയിനായിട്ട് ഉപയോഗിക്കുക. കാരണം എന്നാൽ രാത്രിയാണ് നമ്മൾ ആക്ടിവിറ്റി നോക്കാൻ വേണ്ടിയിട്ട് അത് തെർമൽ ഡ്രോൺ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഹീറ്റ് സിഗ്നേച്ചർ കിട്ടും. അതിനനുസരിച്ചിട്ട് നമ്മളത് അതിൻ്റെ മൂവ്മെൻറ്റ് ഓരോന്ന് അതിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും നമുക്ക്. അപ്പോൾ ടൈഗർ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മൾ വയനാട്ടിലൊക്കെ എക്സ്റ്റൻസീവ്ലി ഉപയോഗിച്ചാൽ അത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ മയക്കുവെടി വെച്ച് പിടിക്കാനാണോ കൂട് വെച്ച് പിടിക്കാനാണോ പ്രയോറിറ്റി? എല്ലാ പ്രയോറിറ്റി എല്ലാം നോക്കുന്നുണ്ട്. അതായത് ചാൻസ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഇത് ചെയ്യാൻ, സർപ്രൈസ്ഡ് ആയിട്ട് കാണുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ, കൂടാണെങ്കിൽ കൂട് വെച്ച് ചെയ്യാൻ. ഇത്തരം മിഷനൊക്കെ ഒരുപാട് നീണ്ടുപോകുന്ന ഒരു സാധ്യതയില്ല? തീർച്ചയായിട്ടും അത് വളരെ സാധ്യത കൂടുതൽ. കാരണം നമ്മൾ ഇത് നാരോ ഡൗൺ ചെയ്ത് നമുക്ക് കിട്ടുന്ന ചാൻസ് ഒക്കെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. സമയപരിധി പറയാൻ കഴിയില്ല? ഇല്ല, പറ്റില്ല. ലോങ് ഓപ്പറേഷനാണ്. 28-29 ദിവസം വരെയൊക്കെ ചിലത് പോകാറുണ്ട്. അതെ, സജ്ജമാണ്. അതെ, തീർച്ചയായിട്ടും ഫുൾ ടീം ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ.
ഏറെ വെല്ലുവിളി നിറഞ്ഞ ദൗത്യമാണ്, ഒരുപാട് ദിവസം നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്തിനും സജ്ജമായിട്ടാണ് എയർ ഇവിടെ എത്തിയിരിക്കുന്നതെന്നാണ് അരുൺ സക്കറിയ വ്യക്തമാക്കിയത്. അഖിലോട്ട് പറകൊപ്പം CV അനുമോദ്, ന്യൂസ് 18.